ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം 2026 വർഷത്തിൽ പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യയെ മറികടക്കാനിടയുണ്ടെന്നാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. $US അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ വിലയിരുത്തലിൽ ഇന്ത്യയിലെ ആളോഹരി വരുമാനം ഏകദേശം $2,812 കണക്കാക്കുമ്പോൾ ബംഗ്ലാദേശിലത് $2,911 വരെ എത്തുമെന്നാണ് നിരീക്ഷണം. ഈ വ്യത്യാസത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്കുണ്ടായ മൂല്യ തകർച്ചയാണ്. പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന പ്രധാന സൂചികകളിൽ ഒന്നാണ്. ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനം അതിലെ ജനസംഖ്യയാൽ വിഭജിച്ചാണ് ഇത് കണ്ടെത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ രാജ്യത്തെ ഒരു വ്യക്തിയുടെ ശരാശരി വരുമാന ശേഷിയെ ഇത് സൂചിപ്പിക്കുന്നു. ഇതിലൂടെ ഒരു രാജ്യത്തിന്റെ ജീവിത നിലവാരം, സാമ്പത്തിക പുരോഗതി, വരുമാന വിതരണത്തിന്റെ സ്വഭാവം തുടങ്ങിയവയെക്കുറിച്ച് ഒരു പൊതുവായ ധാരണ കൈവരിക്കാൻ സാധിക്കും. എന്നാൽ ഇത്തരം കണക്കുകൾ വിലയിരുത്തുമ്പോൾ യാഥാർത്ഥ്യ അവസ്ഥകളും ഘടനാപരമായ വ്യത്യാസങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ടെന്ന് നിരവധി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഉദാഹരണത്തിന്, ഇന്ത്യയുടെ ജനസംഖ്യ ഏകദേശം 145 കോടി കടന്നിരിക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ ജനസംഖ്യ ഏകദേശം 17.5 കോടിയോളം മാത്രമാണ്. ഈ വൻ വ്യത്യാസം പ്രതിശീർഷ വരുമാനത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ജനസംഖ്യ കൂടുതലായ രാജ്യങ്ങളിൽ സമ്പത്ത് കൂടുതൽ ആളുകൾക്കിടയിൽ പങ്കിടേണ്ടതിനാൽ ശരാശരി വരുമാനം കുറഞ്ഞതായി തോന്നും. സമ്പദ് വ്യവസ്ഥയുടെ ആകെ വലിപ്പം പരിഗണിച്ചാൽ ഇന്ത്യ വ്യക്തമായി മുന്നിലാണ്. 2025 കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ഏകദേശം $3.9 ട്രില്യൺ ആണ്. അതേസമയം ബംഗ്ലാദേശിന്റെ GDP ഏകദേശം $458 ബില്യൺ ആണ്. അതായത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ബംഗ്ലാദേശിനേക്കാൾ ഏകദേശം 8 ഇരട്ടി വലിപ്പമുള്ളതാണ്. അതിനാൽ ആളോഹരി വരുമാനം മാത്രം ആശ്രയിച്ച് സമ്പദ് വ്യവസ്ഥയുടെ ശക്തി വിലയിരുത്തുന്നത് പൂർണ്ണമായ ചിത്രം നൽകില്ല. ഇതിനൊപ്പം വിനിമയ നിരക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള ഡോളർ കണക്കുകൾക്ക് പുറമെ വാങ്ങൽ ശേഷി അടിസ്ഥാനമാക്കിയുള്ള കണക്കുകളും കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളവയായി കണക്കാക്കപ്പെടുന്നു. ഈ രീതിയിൽ നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോഴും ബംഗ്ലാദേശിനേക്കാൾ മുന്നിലാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ പ്രതിശീർഷ വാങ്ങൽ ശേഷി ഏകദേശം $11,789 ആണ്. ബംഗ്ലാദേശിലേത് $10,271 ആണ്. ഇത് ഏകദേശം 15% വ്യത്യാസം കാണിക്കുന്നു. 2031 ഈ വ്യത്യാസം കൂടുതൽ വർദ്ധിക്കാനാണ് സാധ്യത. ഇന്ത്യയുടെ പ്രതിശീർഷ വാങ്ങൽ ശേഷി ഏകദേശം $12,485 ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ബംഗ്ലാദേശിന്റേത് $14,857 വരെയാകും. ഇതോടെ ഇന്ത്യക്ക് ഏകദേശം 24% മുൻതൂക്കം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ചരിത്രപരമായി നോക്കിയാലും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള പ്രതിശീർഷ വരുമാനത്തിൽ പലതവണ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1989 മുതൽ 2002 വരെ ബംഗ്ലാദേശ് ഇന്ത്യയെ മറികടന്നിരുന്നു. പിന്നീട് ഏകദേശം 15 വർഷത്തോളം ഇന്ത്യ മുന്നിൽ നിന്നു. 2018 മുതൽ വീണ്ടും ബംഗ്ലാദേശ് മുന്നിലെത്തി. എന്നാൽ 2025 ഇന്ത്യ വീണ്ടും മുന്നേറ്റം കൈവരിച്ചു. ബംഗ്ലാദേശിന്റെ കറൻസിയായ ടാക്കയുടെ മൂല്യ തകർച്ചയും ഇന്ത്യയുടെ സ്ഥിരതയാർന്ന സാമ്പത്തിക വളർച്ചയും ഇതിന് കാരണമായി. സമീപകാലത്ത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞത് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാന കണക്കുകളിൽ പ്രതികൂല സ്വാധീനം ചെലുത്തി. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനം ശക്തമായിരിക്കുമ്പോഴും കറൻസി മൂല്യം ഇടിഞ്ഞാൽ ഡോളർ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകളിൽ അത് ദുർബലമായി പ്രത്യക്ഷപ്പെടും. അതിനാൽ ഇത്തരം താരതമ്യങ്ങൾ ചെയ്യുമ്പോൾ വിനിമയ നിരക്കുകളുടെ സ്വാധീനം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ കണക്കുകൾ പ്രകാരം 2026 ബംഗ്ലാദേശിലെ ഒരു വ്യക്തിക്ക് ഇന്ത്യയേക്കാൾ ശരാശരി ഏകദേശം $100 അധിക വരുമാനം ലഭിക്കാനിടയുണ്ട്. എന്നാൽ ഇത് ദീർഘകാല പ്രവണതയല്ല. 2027 ഇന്ത്യ വീണ്ടും ബംഗ്ലാദേശിനെ മറികടക്കുമെന്നും അതിനുശേഷം 2031 വരെ ഇന്ത്യയുടെ മുൻതൂക്കം തുടരുമെന്നും IMF പ്രവചിക്കുന്നു. പ്രതിശീർഷ വരുമാനം ഒരു പ്രധാന സൂചികയായിരുന്നാലും ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ശക്തി വിലയിരുത്താൻ GDP, വാങ്ങൽ ശേഷി, തൊഴിലവസരങ്ങൾ, വ്യവസായ വളർച്ച, വരുമാന സമത്വം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഒരുമിച്ച് പരിഗണിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.